വെൽക്കം ബാക്ക്. അപ്പൊ നമുക്കൊരു അടിപൊളി 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, ബിഹൈൻഡ് ദ സെൻസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതേപോലെ ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഗ്ലൂട്ടാമേറ്റ് ആക്ട് as the primary neurotransmitter in photoreceptors. Okay, glutamate എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. വാട്ട് ഹാപ്പൻസ് ടു ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ ഇൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്? അപ്പൊ ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴും ഈ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷനിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് പറഞ്ഞു. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇത് പഠിച്ചിരിക്കുക കേട്ടോ. ഹൗ ഡു ഓൺ ബൈപോളാർ സെൽസ് ആൻഡ് ഓഫ് ബൈപോളാർ സെൽസ് റെസ്പോണ്ട് ടു ദീസ് ചേഞ്ചസ്? വിച്ച് നെർവ് ക്യാരീസ് ദ ഇമ്പൾസസ് ഫ്രം the photoreceptors to the brain? അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ എന്താണ് മാറ്റം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേ സമയത്ത് ഇരുട്ടാണ് അല്ലെ, ഡാർക്ക്നെസ് ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? ഇനി ഓൺ ബൈപോളാർ സെൽസും ഓഫ് ബൈപോളാർ സെൽസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അല്ലെ, അതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാർക്ക്നെസ്സിലാണെങ്കിൽ ഓൺ ബൈപോളാർ സെൽസ് എന്താണ്? ഇനാക്ടിവേറ്റ് ആവും. ഓക്കെ, ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റ് ആവും. അതേ സമയത്ത് ഏതാണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്? നമ്മുടെ ഓഫ് ബൈപോളാർ സെൽസ് ആണ്. ക്ലിയർ ആയോ? ഓഫ് ബൈപോളാർ സെൽസ് ഡാർക്ക്നെസ്സിൽ ആക്ടിവേറ്റ് ആവും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നത്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓൺ ബൈപോളാർ സെൽസ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് ഓഫ് ബൈപോളാർ സെൽസ് ബിക്കം ഇനാക്റ്റീവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കാട്ടോ. ഇത് നിങ്ങളോട് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വിച്ച് നെർവ് ക്യാരി ദ ഇമ്പൾസസ് ഫ്രം ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ബ്രെയിൻ? ഏതാണ്? യെസ്, നമ്മുടെ ഒപ്റ്റിക് നെർവ് ആണ് അല്ലെ. അത്രയും ക്വസ്റ്റ്യൻസും ആ ഒരു ആൻസറും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.